പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 16-ാം ദിവസം. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 11, 14, 15, 18 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിൻ്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും. തലമുറകൾ നിന്നെ സന്തോഷപൂർവം കീർത്തിക്കും. നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതർ. നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും. നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ. നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും. അവർക്ക് ശാശ്വത ആനന്ദം ലഭിക്കും. എൻ്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ. അവളുടെ പാതകളിൽ ഹല്ലേലൂയ മാറ്റൊലിക്കൊള്ളൂ. നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതികൾ അർപ്പിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഇസ്രായേലിൻ്റെ അഭിവൃദ്ധി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പുണ്യപിതാവായിരുന്നു തോബിത്ത്. അനേകരുടെ ആവശ്യങ്ങളിൽ ഔദാര്യപൂർവം ഇടപെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവഭക്തനായ തോബിത്തിന് ദൈവം അനുഗ്രഹിച്ചു നൽകിയ സന്താനമാണ് തോബിയാസ്. തോബിയാസിലൂടെ പിതാവായ തോബിത്ത് അനുഗ്രഹിക്കപ്പെടുന്നു. സ്വർഗത്തിലെ ദൂതനായ റഫായേൽ മാലാഖ തോബിത്തിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു വിശുദ്ധീകരിച്ചു. തോബിത്തിൻ്റെ പാതകളിൽ ദൈവം അനുഗ്രഹത്തിൻ്റെ പുഷ്പങ്ങൾ വിതറി. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ദൈവാശ്രയബോധത്തോടെ നീങ്ങിയ ഒരു പുണ്യപിതാവാണ് തോബിത്ത്. വിശ്വസ്തയോടുകൂടെ ദൈവ തിരുമുമ്പിൽ അനുവർത്തിച്ച തോബിത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് തോബിത്തിൻ്റെ ഗ്രന്ഥം വിവരിക്കുക. അങ്ങനെ ദൈവം തലമുറകൾ അനുഗ്രഹിക്കാൻ ഇടയാക്കിയ ഈ പുണ്യപിതാവിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമേകുന്നു. ഈ പിതാവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം. ദൈവത്തെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവൻ്റെ ജീവിതം വൃഥ ആവില്ലെന്ന് തോബിത്തിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഓരോ മഹത്വ വ്യക്തികളിലേക്കും ദൈവം തൻ്റെ അത്ഭുതങ്ങൾ വർഷിക്കും. അവൻ്റെ ജീവിതം ഹല്ലേലൂയ അഭിഷേകമായി രൂപാന്തരപ്പെടും. ശാശ്വത മഹത്വം അവന് ലഭിക്കും. അവൻ്റെ ആത്മാവ് ദൈവത്തിൽ എപ്പോഴും ആനന്ദിക്കും. തോബിത്തിനെ പോലെ നമുക്കും ദൈവമഹത്വം ഘോഷിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹ സാന്ത്വനം സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അങ്ങയുടെ സ്നേഹസമ്പത്തിൽ ആനന്ദിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് തലമുറകളായി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തൻ്റെ ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളും അനുഗ്രഹ സ്വാന്തനമായി ഞങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നു.
എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കൊടുത്താൽ പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങയുടെ വചനം ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്നു. അവരെൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഔദാര്യപൂർവ്വം പെരുമാറാനും അതുവഴി ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഞങ്ങളുടെ ഉപവിപ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് തിരികെ അനുഗ്രഹ സാന്ത്വനങ്ങളായി മാറുവാനും ഇടവരുത്തണമേ. അങ്ങനെ അങ്ങയുടെ സ്നേഹസമ്പത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.